വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങളൊന്ന് വയനാട്ടിൽ കയറിയാണ്. അക്കു, ആദിയും അല്ലിയും ഉണ്ട്. അപ്പോൾ അവിടെ വയനാട്ടിലെത്തിയപ്പോൾ കൽപ്പറ്റ ഫെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറാൻ വിചാരിച്ചു. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവതാറിൻ്റെ കഥാപാത്രങ്ങളുണ്ട്. ഡിനോസറിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. അക്കു ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ 4 ആൾ കൂടി ഇങ്ങനെ വയനാട് ഫെസ്റ്റിലേക്ക് കയറി പോവാണ്. അതിൻ്റെ ഉള്ളിൽ കയറി ടിക്കറ്റൊക്കെ കൊടുത്തു. അല്ലിക്ക് അവരൊരു പ്രത്യേക സ്പെഷ്യൽ ടിക്കറ്റൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് പോവാണ്. ഉള്ളിലെത്തിയപ്പോഴാണ് അടിപൊളി അവതാറിൻ്റെ ലൊക്കേഷൻ പോലെ, അവതാറിൻ്റെ ആ സീൻ പോലെ ഒരുപാട് നല്ല വർണ്ണശലഭമായ കാഴ്ചകൾ. നല്ല രസമുണ്ട്. ഈ ക്യാമറയിൽ കാണുമ്പോഴല്ല, അത്യാവശ്യം നല്ല ഭംഗിയിലുണ്ട്. നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. അവതാറിൻ്റെ കുറേ കഥാപാത്രങ്ങൾ ആയ പ്രതിമകൾ, അതിലെ കുറേ മൃഗങ്ങൾ, അതിലെ സസ്യങ്ങൾ, അങ്ങനെ കാണാൻ ആകെ മൊത്തം നല്ല രസമുണ്ട് കേട്ടോ. ഈ ക്യാമറയിൽ കാണുമ്പോഴല്ല, നമ്മൾ നോക്കിയിരുന്നു പോകും. നമ്മളെ കണ്ണിന് നല്ല കുളിർമയേകുന്ന കാഴ്ചയാണ്. ഇത് അവതാറിലെ കഥാപാത്രങ്ങളാണ്. അതവിടെ വെച്ചിട്ടുണ്ട്. അവതാറിൽ കാണുന്ന ചെടികൾ, മരങ്ങൾ ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് നേരം അവിടെ നിന്ന് നോക്കും. കുറേ മരങ്ങളായിട്ടും ചിത്രങ്ങളായിട്ടും ഒക്കെ ഉണ്ട്. ഇതിനകത്ത് നല്ല പാട്ട് വെച്ചതുകൊണ്ട്, ഇംഗ്ലീഷ് പാട്ട് വെച്ചുകൊണ്ട് ആണ് ഞങ്ങൾ ആ പാട്ട് ഓഫാക്കി വോയിസ് ഓഫർ കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല രസമുണ്ട്, പറഞ്ഞാൽ നല്ല രസമുണ്ട്. നമ്മൾ ഇത്ര നേരം അവിടെ നിന്നു പോകുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്താ പറയുക, തിരക്കില്ല, തീരെ തിരക്കില്ല. ഒന്നാം സമയം ഞങ്ങൾ കയറുന്ന സമയം 8 മണിയാണ് രാത്രി. ഏകദേശം ആളുകളൊക്കെ പോയിട്ടുണ്ട്. തീരെ ആളുകളുണ്ട്. 1-2 ഫാമിലി മാത്രമേ നമ്മളെ കൂട്ടത്തിലുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല വിശാലമായി നമുക്ക് നിന്ന് തിരക്കില്ലാതെ കാണാൻ പറ്റുന്ന ഒരു സൗകര്യമുണ്ട്. ആ മരങ്ങളൊക്കെ കണ്ടാൽ നമ്മൾ ഒരുപാട് നേരം നിൽക്കും. അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ വെളിച്ചക്കുറവ് മൂലം നമ്മൾ എടുത്തിട്ടില്ല. അവതാറിലെ കുറേ ജീവികൾ, ജീവൻ തുടിക്കുന്ന ജീവികളാണ്. ഒരു ഏകദേശം ഒരു അവതാർ സിനിമ കണ്ട ഒരു ഫീൽ തന്നെ നമുക്ക് ഇവിടുന്ന് ലഭിക്കും. ആ കഥാപാത്രങ്ങൾക്കിടയിലൂടെ, ആ സസ്യങ്ങൾക്കിടയിലൂടെ, ആ ലൊക്കേഷനുള്ളിൽ കൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് നല്ലാതെ ഫീൽ ചെയ്യുന്നൊരു അവസ്ഥയാണ്. പൂക്കളായാലും ചെടികളായാലും മരങ്ങളായാലും മൃഗങ്ങളായാലും ഒക്കെ ആ അവതാറിൻ്റെ ആ ഒരു ഫീല് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് സത്യമാണ്. തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതങ്ങനെ നടന്ന് കാണാൻ പറ്റി എന്നുള്ളതാണ് സത്യം. അടിപൊളിയായിട്ട് ഈ മരം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഈ കഥാപാത്രമൊക്കെ അടിപൊളിയാണ്. നമ്മൾ എത്ര നേരം അവിടെ നിന്നാൽ നമുക്ക് ഫീൽ ചെയ്യും. അതിന് അറ്റിച്ചൊരു മ്യൂസിക്കും ഉണ്ട് കേട്ടോ സമയത്ത് അവിടെ. അത് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഇട്ടില്ല എന്നുള്ളൂ. പിന്നെ അവിടെ നിങ്ങൾ പുറത്തിറങ്ങി ആദ്യമൊക്കെ മുന്നിൽ നടക്കുകയാണ്, എന്താണ് അടുത്ത കാഴ്ച എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അല്ലിനെ ഞാൻ എടുത്തതാട്ടോ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു താജ്മഹലിൻ്റെ ഒക്കെ ഒരു മുകൾ ഭാഗം കാണുന്നുണ്ട്. അതെ, ഒരു താജ്മഹലിൻ്റെ ഒരു മിനിയേച്ചർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. കാണാൻ നല്ല ഭംഗിയുണ്ട്. താജ്മഹലിൻ്റെ ഒക്കെ ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു മിനി താജ്മഹൽ. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ആദ്യം വലിയ ഇങ്ങനെ ഓടി നടക്കണം. തിരക്കില്ല എന്നുള്ളതാണ് സത്യം. ആരുമില്ല. ഞങ്ങളുടെ മുമ്പിൽ ആ ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായി നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും, വീഡിയോ എടുക്കാനൊക്കെ സമയം ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ അല്ലയാണെങ്കിൽ ഓടി നടക്കുകയാണ്. എവിടെ ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല, ഓടി ചാടി നടക്കുകയാണ്. അയ്യോ, വീഴാൻ പോയി. അങ്ങനെ ആദ്യമൊക്കെ അവിടെ നിർത്തി ഫോട്ടോ എടുത്തു. ഇവിടെ ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. അതായത് ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. അവിടെ ഫോട്ടോ ഒന്നും എടുക്കാൻ നിന്നില്ല. ഞങ്ങൾ നേരെ അങ്ങ് മുന്നോട്ട് പോയി. അവളെ ഓടി എല്ലാം ആസ്വദിച്ച് കളിച്ച് ചിരിച്ച് നടക്കുക കേട്ടോ. സ്റ്റെപ്പ് കയറി മുന്നോട്ട് പോയാൽ ഇങ്ങനെ കാണാം താജ്മഹലിൻ്റെ ആ ഒരു ഭംഗിയാണ്. നമ്മൾ അടുത്തേക്ക് പോയില്ല, ചെറുതായിട്ടൊരു മഴ പെയ്തുകൊണ്ട് അവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് പോയി കൊടുത്തിയാണ് ഒരു അടിപൊളി വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. വയനാട് എൻ്റെ ഒരു വെള്ളച്ചാട്ടം ക്രിയേറ്റഡാണ്. അപ്പോൾ വെള്ളം കണ്ടപ്പോൾ നല്ല തണുപ്പുണ്ട്, മഴ പെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഒരാ വെള്ളത്തിൽ കളിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നേക്കൊണ്ട് അടിപൊളി ലുക്കാണ്. ഇത് ക്യാമറയിൽ കാണുമ്പോഴല്ല, നല്ല അസാധ്യ ലുക്കാണ് കാണാൻ. അപ്പോൾ അവിടെ ഒരുപാട് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഇല്ലാത്തതുകൊണ്ട് തന്നെ അന്ന് ആസ്വദിച്ച് കാണാൻ പറ്റിയെന്നുള്ളതാണ് സത്യം. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ, ആരുമില്ലേ.
കുറേ നേരം അവിടെ വെള്ളത്തിൽ കളിച്ചു. നല്ല വെള്ളമാണോ എന്ന് അറിയില്ല. അങ്ങനെ അവിടുന്ന് പുറത്ത് പോകുന്ന ഒരു മനുഷ്യനില്ല കേട്ടോ. കച്ചവടക്കാരൊക്കെ പൂട്ടി പോകാനുള്ള അവസ്ഥയാണ്. താജ്മഹലിൻ്റെ ബാക്ക് ഭാഗമാണ്. പിന്നെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് അവിടെ കുറേ മൃഗങ്ങളെ പ്രതിമകളുണ്ട്. എല്ലാം ജീവൻ തുടിക്കുന്നതാണ്, ഇങ്ങനെ അനങ്ങുന്നുണ്ട് മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട്. ആ കാഴ്ചകളൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നത് അവിടെ പുലിയുണ്ട്, സിംഹമുണ്ട്, മയിലുണ്ട്, മാനുണ്ട്. എല്ലാം തല അനക്കുന്നുണ്ട്, കാലനക്കുന്നുണ്ട്. കുട്ടികളൊക്കെ അതൊക്കെ കണ്ടാൽ ഒരുപാട് നേരം നോക്കി നോട്ടും. ചില കുട്ടികൾ പേടിക്കുന്നുണ്ട്. അല്ലിക്ക് എന്തോ പേടിയൊന്നും തോന്നില്ല. അല്ലി എല്ലാത്തിനെയും നോക്കി ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദിനോസർ, വിവിധ ദിനോസർ. അല്ലി ആദ്യം അതൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ്. അവർക്ക് യാതൊരു പേടിയില്ല. അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണ്ട. ഇത് കഴിഞ്ഞാൽ ആളുകളില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത് കഴിഞ്ഞ് കുറേ സ്റ്റാളുകളാട്ടോ. ഒരുപാട് സ്റ്റാളുകളുണ്ട്. സാധാരണ മാളുകളൊക്കെ സ്റ്റാളുകൾ തന്നെയാണ്. പിന്നെ ഒരുപാട് പഴയകാല മുട്ടായികൾ. അവർക്ക് പുതിയ മുട്ടായാണെങ്കിൽ നമുക്കത് കാണുമ്പോൾ നൊസ്റ്റാൾജിയാണ്. ഏതായാലും മാലയും വളയുള്ള സ്ഥലത്തൊക്കെ എത്തി. ഒരുപാട് ക്രാബുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ക്രാബ് കാണുമ്പോൾ അക്കൂരൊന്നും എടുത്ത് നോക്കണം എന്നുള്ളതാണ് ഒരു തയക്കാണ്. അവിടെ കുറേ നോക്കി തിരഞ്ഞ അവിടെ തന്നെ വെച്ച് 1-2 എടുത്തെന്ന് തോന്നുന്നു. ഏതായാലും അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഒരുപാട് നമ്മൾ അമ്പലപ്പുറത്ത് ചെന്നാൽ മതി. ഒരുപാട് കടകളുണ്ട്. കളിപ്പാട്ടങ്ങളെ കട എത്തുമ്പോഴേക്കും അല്ലിക്ക് കരച്ചിലൊക്കെ ഉണ്ട്. എന്തോ ഒരു സാധനം നമ്മൾ വാങ്ങിക്കൊടുത്തു. ആ വാങ്ങിക്കൊടുത്ത ചെണ്ട പ്രവർത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഒരു കരടിക്കുട്ടി ചെണ്ട കൊട്ടുന്നത്. അത് അവളെ എങ്ങനെ വെച്ചിട്ട് നിൽക്കുന്നത് ഞാൻ മറിഞ്ഞു പോണത്. ഏതായാലും അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ആ സ്റ്റാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ആകാശത്തോണി, ആകാശത്തൊട്ടിൽ, ബോട്ടിങ്, അങ്ങനെ ഒരുപാട്. പക്ഷെ ഇവിടെയൊന്നും ആളുകളില്ല. എല്ലാ ആളുകളും പിരിഞ്ഞു പോയിട്ട് തന്നെ ഇതിൻ്റെ നടത്തിപ്പുകാരും പോയിട്ടുണ്ട്. പെഡൽ ബോട്ടിൻ്റെ അവിടെ ആളില്ല, അതുകൊണ്ട് അതിൽ കയറാൻ പറ്റിയില്ല. അവിടെ കുറേ ബോട്ട് കയറണം എന്ന് പറയുന്നു, പക്ഷെ അവിടെ കയറാൻ പറ്റിയില്ല. അതങ്ങ് പോയി. പിന്നെ വലിയ ബലൂണാണ്. അത് കണ്ടു കഴിഞ്ഞാൽ അതിൽ കയറണം. ഒരു രക്ഷയില്ല. ടിക്കറ്റൊക്കെ എടുക്കുന്നതിന് മുമ്പേ തന്നെ അവർ ഓടിപ്പാഞ്ഞ് അതിൽ കയറിയിട്ടുണ്ട്. 50 രൂപയാണ് ഒരു കുട്ടിക്ക് ടിക്കറ്റ്. അതായത് അവരതിൽ കയറി കുറച്ച് നേരം കളിച്ചു. ഒരാളും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പലതിനെയും നടത്തിപ്പുകാർ പോയിട്ടുണ്ട്. സമയം ഏകദേശം 9 മണിയായിട്ടുണ്ട്. അതുകൊണ്ടാണോ ഇനി ആദ്യം തൊട്ടേ ആളില്ലാത്തതാണോ എന്നും നമുക്കറിയില്ല, നമ്മൾ ശ്രദ്ധിച്ചില്ല. ഏതായാലും അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബലൂൺ കണ്ട അന്നപ്പം തന്നെ കയറണം. ആദ്യം തന്നെ കയറി പോയിട്ടോ. അല്ലി വളരെ മെല്ലെയാണ് കയറി പോണ്. അല്ലിക്ക് കയറാൻ കഴിയുന്നില്ല. ആദ്യ റൗണ്ടൊക്കെ കറങ്ങി വന്ന് 2ാം റൗണ്ട് കയറാൻ അയ്യോ, ഏതായാലും വീണില്ല. തിരിച്ച് നമ്മളോട് തന്നെ കയറി. ആദ്യം നമ്മളേക്ക് ഒരു റൗണ്ടൊക്കെ പോയി വന്നു. ബലൂണ് അതിനകത്ത് ഒരുപാട് സമയം ഇവർ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ്. പക്ഷേ അല്ലി ആദ്യം പിന്നെയും ഒന്നുകൂടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലി ഇറങ്ങി പോകുന്നുണ്ട്. അല്ലിക്ക് പേടിയാവുക. അതുകൊണ്ട് തന്നെ അല്ലി വേഗം പോകുന്നു. ആദ്യം ഒരു വട്ടം കൂടി എന്ന് പറഞ്ഞ് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടുന്ന് പോകുന്ന ഇങ്ങനെ റബ്ബർ തുള്ളി കളിക്കുന്ന സാധനം ഉണ്ടോ, അതിൽ 2 ടിക്കറ്റ് എടുത്ത് ആദ്യം കയറി തുള്ളുന്നുണ്ട്. അല്ലിയെ കയറ്റാനുള്ള ശ്രമമാണ്. അല്ലിക്ക് പേടിയാവുക. അല്ലി കയറിയില്ല. അല്ലി അടുത്ത് കരഞ്ഞ് അയ്യോ ഞാനില്ലേന്നും പറഞ്ഞ് കരഞ്ഞതാ താഴോട്ട് തന്നെ ഇറങ്ങിപ്പോന്നു. അവളത് കയറില്ല കേട്ടോ. ആദ്യം അതൊന്ന് ഒരുപാട് ചാടി കളിച്ച്. പിന്നെ യന്ത്രൂഞ്ഞാലും അതിലൊന്നും ആളില്ലാത്തതുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നില്ല. 2 ആളെ വെച്ചിട്ട് ഓടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അതിലൊന്നും കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് മറ്റൊന്നിലും കയറാണ്ട് ഈ തുള്ളിക്കളിയും കളിച്ച് ഞങ്ങൾ അവിടുന്ന് എല്ലാം പോരാണ്. സമയം ഏകദേശം 9:30 ആയി. ആദ്യം കുറേ അതിൽ ഓടി കിടക്കുന്നുണ്ട്. അവർക്കാണെങ്കിൽ ആദ്യം ഇറങ്ങിയിട്ട് വേണം പൂട്ടി പോകാമെന്നുള്ള കണ്ടീഷനിൽ നിൽക്കുക.